വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോസഫ് പൂതക്കുഴി. ഒരിടത്ത് അതിധീരനായ ഒരു രാജാവുണ്ടായിരുന്നു. വില്ലാളി വീരൻ, ആയോധന കലകളിൽ വിദഗ്ധൻ, ആർക്കും തന്നെ തോൽപ്പിക്കാനാവില്ലെന്ന ആത്മവിശ്വാസവും രാജാവിനുണ്ടായിരുന്നു. ഒരു ദിവസം നായാട്ടിനിറങ്ങിയ രാജാവ് ഒരു കാഴ്ച കണ്ടു. വനാതിർത്തിയിലെ മരങ്ങളിൽ ആരോ കൃത്യമായി അമ്പെയ്ത് കൊള്ളിച്ചിരിക്കുന്നു. മരത്തടിയിൽ ചെറുവൃത്തം വരച്ച് അതിനുള്ളിൽ അമ്പെയ്ത് നിർത്തിയിരിക്കുകയാണ്. എത്ര പരിശ്രമിച്ചാലും തനിക്ക് ഇത്ര സൂക്ഷ്മമായി അമ്പെയ്യാനാവില്ലെന്ന് രാജാവിന് ഉറപ്പായിരുന്നു. രാജാവ് അത്ഭുതപ്പെട്ടു. ഒപ്പം ചെറിയ ഭയവും മനസ്സിൽ കുടിയേറി. ഇത്ര സൂക്ഷ്മതയുള്ളയാൾക്ക് എത്ര ദൂരെ നിന്നും തൻ്റെ ചങ്കിലേക്ക് അമ്പെയ്യാനാകും? കൊട്ടാരത്തിലേക്ക് മടങ്ങിയ രാജാവ് ഉടൻ നാട് മുഴുവൻ തിരഞ്ഞിട്ടും അയാളെ കണ്ടില്ല. സകല ഗുരുക്കന്മാരോടും അന്വേഷിച്ചു. ഇത്ര വിദഗ്ധനായ വില്ലാളിയെ അറിയില്ല. അടുത്ത ദിവസം കൊട്ടാരത്തിനടുത്തുള്ള മരങ്ങളിലും വില്ലാളിയുടെ വൈഭവം കണ്ടു. ഇതോടെ രാജാവ് അസ്വസ്ഥനായി. ജീവനോടെയോ അല്ലാതെയോ വില്ലാളിയെ പിടിക്കുന്നവർക്ക് 10,000 പൊൻപണം വാഗ്ദാനം ചെയ്തു. പക്ഷേ അയാൾ പിടിയിലായില്ല. രാജാവിന് ഉറക്കം നഷ്ടപ്പെട്ടു. വിനോദങ്ങൾ ഇല്ലാതായി. ഭക്ഷണം പോലും വേണ്ട എന്നായി. പുറത്തിറങ്ങാൻ പോലും ഭയം. എപ്പോഴാണ് തൻ്റെ കണ്ടത്തിലേക്ക് ഒരു അമ്പ് മൂളിയെത്തുക എന്ന ആധി രാജാവിൻ്റെ മുഖത്ത് സദാ തങ്ങി നിന്നു. രാജാവ് വൈകാതെ രോഗശയ്യയിലായി. അങ്ങനെ ഇരിക്കെ വില്ലാളി വീരൻ പിടിയിലായി. രാജാവ് തൻ്റെ മുമ്പിൽ നിന്ന വില്ലാളിയെ കണ്ട് സ്തബ്ധനായി. ഒരു 4 വയസ്സുകാരൻ കോണകവുമെടുത്ത് വില്ലുമായി നിൽക്കുന്നു. നീയാണോ മരങ്ങളിൽ അമ്പെയ്ത് കൊള്ളിക്കുന്നത്? രാജാവിൻ്റെ ചോദ്യത്തിന് അതെ എന്നവൻ തലയാട്ടി. എങ്ങനെ ഇത്ര കൃത്യമായി ചെറുവൃത്തത്തിൽ നീ അമ്പെയ്യുന്നു? അതോ, ഞാൻ ആദ്യം മരത്തിൽ അമ്പെയ്യും. കൊള്ളുന്നതിന് ചുറ്റും ആണികൊണ്ട് ഒരു ചെറുവൃത്തം വരയ്ക്കും. ഒരു നിമിഷം സ്തബ്ധനായ രാജാവ് പൊട്ടിച്ചിരിച്ചു. സദസ്സിലും ചിരി പടർന്നു. നോക്കൂ, എത്ര നിസ്സാര സംഭവമായിരുന്നു. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ രാജാവ് എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി. എത്രമാത്രം അസ്വസ്ഥനായി. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ദൈനംദിന ജീവിതത്തിൽ ഇത്തരം അനാവശ്യ ടെൻഷനുകളിലേക്ക് നാമും സ്വയം എടുത്തെറിയപ്പെടാറുണ്ട്. മരണഭീതി, രോഗഭീതി തുടങ്ങി നമ്മളെ പെട്ടെന്ന് ബാധിക്കും. ആധികളും ഭീതികളും നമ്മുടെ സന്തോഷം കവരും എന്നതാണ് യാഥാർത്ഥ്യം. വിനാശകരമായ ചിന്തകളാകും അത് നമ്മിൽ നിറയ്ക്കുക. മാനസികവും ശാരീരികവുമായ ഊർജം മുഴുവനും ഇത്തരം ആധികൾ അപഹരിക്കും. നമുക്ക് ഉല്ലാസഭാവം നഷ്ടമാകും. വൈകാതെ വിഷാദരോഗത്തിന് തന്നെ അടിമകളായെന്നും വരാം. അനാവശ്യ ആധികളും ചിന്തകളും മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയിലേക്ക് ഒരു കൂട്ടരെ ആനയിച്ചെന്നും വരാം. അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയവയ്ക്കും ഇത് കാരണമാകുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവയെ നേരിടാനുള്ള ആന്തരിക ഊർജം നമുക്കുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മൾ എത്ര സൂക്ഷ്മമായി ഡ്രൈവ് ചെയ്താലും എതിർവശത്തു നിന്ന് ലക്ക് കെട്ട ഒരു വാഹനം വന്നാൽ നമ്മുടെ വണ്ടിയിലിടിക്കാം. പക്ഷേ അതോർത്ത് ആധി പിടിച്ചിട്ട് എന്ത് കാര്യം? നമ്മുടെ വരുതിയിലില്ലാത്ത കാര്യങ്ങളെ ചൊല്ലിയുള്ള ടെൻഷൻ ഒഴിവാക്കുക എന്നതാണ് മുഖ്യം. ചില ഭയങ്ങളെ നാം നേരിടുക തന്നെ വേണം. പാറ്റയെ കണ്ടാൽ വിറയ്ക്കുന്ന ചിലരുണ്ട്. ഇത് നമ്മുടെ മനസ്സിൻ്റെ ദൗർബല്യമാണെന്ന് ആദ്യം തിരിച്ചറിയണം. പാറ്റ ഒരു നിരുപദ്രവ ജീവിയാണെന്ന സത്യം നാം സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പിന്നീട് പാറ്റയുടെ ചിത്രങ്ങളും മറ്റും അടുത്ത് കാണുക. അടുത്ത ഘട്ടത്തിൽ യഥാർത്ഥ പാറ്റയെ തന്നെ നമുക്ക് സ്പർശിക്കാനാകും. ഞാൻ കഴിവും ശക്തിയുമുള്ള മനുഷ്യനാണ്. ഈ പാറ്റയ്ക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങില്ല. ഈ ബോധം മനസ്സിലുറച്ചാൽ പാറ്റപ്പേടി പറന്നുപോകും. സമാന രീതിയിലുള്ള ഭയങ്ങളെല്ലാം ഈ രീതിയിൽ തന്നെ നമുക്ക് നമ്മിൽ നിന്നും പുറത്താക്കാം. നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താം. ആത്യന്തികമായി നാം മനസ്സിൽ കുറിക്കേണ്ടത് ഇത്തരം ഭയവും ആധികളും നമ്മുടെ കർമ്മശേഷി നശിപ്പിക്കുമെന്നതാണ്. ആധി പിടിച്ച ഒരാൾക്ക് ഒരു ചെറുകുന്ന് കയറാൻ ഒരു മഹാപർവ്വതം കയറേണ്ട ഊർജം തന്നെ ചെലവഴിക്കേണ്ടി വരും. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോസഫ് പൂതക്കുഴി.